യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് എൽസി എന്നാണ്. ഞാൻ ഈ കാരാറമ്പിലാണ് താമസിക്കുന്നത്. 18 വർഷത്തോളമായി ഞാൻ നടുവേദനയും മുട്ടുവേദനയായിട്ട് വല്ലാതെ വിഷമിക്കുകയായിരുന്നു. കുറേ മരുന്ന് കഴിച്ചു. മരുന്ന് കഴിക്കുമ്പോൾ ഒന്നും എനിക്ക് നന്നായി ഫലിക്കുന്നുണ്ടായിരുന്നില്ല. കുറേ കാലം ആയുർവേദം കഴിക്കും, പിന്നെ അത് പറ്റാതെ വരുമ്പോൾ ഇംഗ്ലീഷ് മരുന്ന്, അങ്ങനെ മാറി മാറി ഞാൻ കുറേ മരുന്ന് കഴിച്ചു. തേയ്മാനമാണെന്ന് പറഞ്ഞാണ് ഡോക്ടർമാർ എനിക്ക് മരുന്ന് തന്നുകൊണ്ടിരുന്നത്. പക്ഷേ തേയ്മാനമൊന്നുമല്ല, ആ മരുന്ന് എനിക്ക് അലർജിയായിട്ട് മാറുകയാണ് പിന്നീട് ചെയ്തത്. പിന്നെ ഇവിടെ കുറേ കഴിഞ്ഞ മാർച്ച് മാസമായപ്പോഴത്തേനും എനിക്ക് തീരെ നടക്കാൻ മേലാത്തൊരു സ്ഥിതിയായി. അങ്ങനെ മംഗലാപുരത്തിലൂടെ ഡോക്ടർ എന്നെ പരിശോധിച്ചു. എന്നിട്ട് പറഞ്ഞു എൻ്റെ മുട്ടിൻ്റെ വാഷർ പൊട്ടിപ്പോയി, MRI എടുക്കാൻ പറഞ്ഞു. ഞാൻ MRI എടുത്തുകൊണ്ട് വന്നപ്പം അത് അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ എന്നോട് പറഞ്ഞൊരു സർജറി വേണം, മുട്ടിനൊരു സർജറി ചെയ്ത് അത് എടുത്ത് മാറ്റിയില്ലെങ്കിൽ കാലിന് ബലം കിട്ടുകയില്ല, തളർന്നു പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഏപ്രിൽ 22 മംഗലാപുരത്തു നിന്നൊരു സർജറി നടന്നു. ഞാൻ വീട്ടിലെത്തി. 3 മാസം കഴിഞ്ഞിട്ടും കാലിന് വേദനയൊന്നും കുറയുന്നില്ല. അപ്പം ഞാൻ അച്ഛനെ ഇവിടെ വന്ന് കണ്ടു. അതിനു മുന്നേ ഞാൻ അച്ഛനെ ജൂലൈ ആദ്യം ഞാൻ അച്ഛനെ വന്ന് കണ്ടു. അച്ഛനോട് പറഞ്ഞു ഇന്നതുപോലെയാണ് അച്ഛാ സംഭവം, എനിക്ക് നടക്കാനോ ഞാനൊന്ന് ശരിക്കും ഉറങ്ങിയിട്ട് ഈ 3 മാസം 4 മാസത്തോളം ശരിക്കും ഞാൻ രാത്രി ഉറങ്ങിയിട്ടില്ല. വേദന സഹിച്ച് അങ്ങനെ കിടക്കും. നേരം വെളുക്കാനാകുമ്പോഴാണ് ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങുന്നത്. എന്നിട്ട് അച്ഛൻ പറഞ്ഞു കുറച്ചും കൂടെ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു എന്നോട്. ഞാൻ വീണ്ടും വന്നു. പിന്നെ എനിക്ക് ഒട്ടും വയ്യാതെയായി. പിന്നെ ഞാൻ വീണ്ടും മംഗലാപുരത്ത് പോയി. അവിടെ ചെന്നപ്പം പറഞ്ഞു കാലിന് സർജറി ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രശ്നവുമില്ല, ഒരു MRI കൂടി എടുക്കണമെന്ന് പറഞ്ഞു. MRI എടുക്കുമ്പോൾ എൻ്റെ സ്പൈനൽ കോഡിനും ഡിസ്കിനും കംപ്ലയിൻ്റ് ഉണ്ട്. അങ്ങനെ വീണ്ടും മരുന്ന് തന്ന് എന്നെ വീട്ടിലേക്ക് വിട്ടു. ഒരേ കിടപ്പ് കിടക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ മരുന്നും കഴിച്ച് കിടന്നിട്ടൊന്നും എനിക്ക് ഒട്ടും തന്നെ പറ്റുന്നില്ല. പിന്നെ ഈ അസിഡിറ്റിയുടെ അസുഖം ഉള്ളതുകൊണ്ട് എനിക്ക് ഇത്ര കാലം ഈ 2-3 മാസം മരുന്ന് കഴിച്ചപ്പോഴത്തേനും എനിക്ക് വയറിനകത്ത് വല്ലാതെ ബുദ്ധിമുട്ടായി, മരുന്ന് കഴിക്കാൻ പറ്റാത്ത സാഹചര്യമായി. അങ്ങനെ ഞാൻ ശനിയാഴ്ച രാവിലെ ഇവിടെ വന്നു. ഈ കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ വന്ന് അച്ഛനെ കണ്ടു. അപ്പോൾ അച്ഛന് ഇവിടെ ആരാധനയുടെ സമയത്ത് അച്ഛൻ പറഞ്ഞു നിങ്ങൾ അച്ഛനെ കാണാൻ വേണ്ടി അവിടെ വന്ന് ഇരിക്കുമ്പോൾ അച്ഛൻ്റെ ധ്യാനം നമ്മൾ ശ്രദ്ധയോടെ കേട്ട് ഈശോയെന്ന് പറയുമ്പം ആ ഒപ്പം പറയുവാനും കൈയടിക്കുവാൻ പറയുമ്പം കൈയടിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണമായിട്ടും ആ ധ്യാനത്തിൽ പങ്കുകൊള്ളണമെന്ന് പറഞ്ഞു. ഞാനവിടെ വന്നിരുന്നു. എനിക്ക് ഒത്തിരി പ്രയാസങ്ങളുണ്ടായിരുന്നു, ഇരിക്കാൻ പറ്റുന്നില്ല. നടുവിനും കാലിനും ഭയങ്കര വേദനയാണ്. ഞാൻ പിന്നെ അവിടെ ഇരുന്ന് ആ ധ്യാനം മുഴുവൻ ഉൾക്കൊണ്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ എനിക്കൊരു സമാധാനം പോലെ തോന്നി. ഞാൻ അച്ഛനെ കയറി കണ്ടു. അച്ഛനോട് വിവരം പറഞ്ഞപ്പോൾ അച്ഛന് എൻ്റെ കാലിൻ്റെ പാദമാണ് ഒട്ടും തന്നെ നിലത്തേക്ക് വെക്കാൻ എനിക്ക് പറ്റത്തില്ല. അച്ഛൻ മെല്ലെ അച്ഛൻ്റെ കാലുകൊണ്ട് എൻ്റെ പാദത്തെ മെല്ലെ ചവിട്ടി. അപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു അനുഭവമായി. പിന്നെ അച്ഛനെ ഒരു കാല് പൊക്കി ഒരു കാലേ നിൽക്കാൻ പറഞ്ഞു എന്നോട്. ഞാൻ അങ്ങനെ നിന്നു. അപ്പോൾ എനിക്ക് നല്ല അനുഭവം, നല്ല സുഖം ഉണ്ടായി എനിക്ക്. അച്ഛൻ എന്നോട് പറഞ്ഞു ഞാൻ ഓട്ടോയ്ക്ക് എവിടെ വന്ന് എനിക്കൊരു ശകലം പോലും നടക്കത്തില്ല. വീട്ടിൽ തന്നെ എനിക്ക് ആ മുറ്റത്തൂടെ ഒന്നും നടക്കാൻ പോലും എന്നെക്കൊണ്ട് പറ്റത്തില്ലായിരുന്നു. ഞാൻ എന്നിട്ട് എവിടെ പോയാലും ഓട്ടോയ്ക്കോ ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അന്ന് ഞാൻ ഓട്ടോയ്ക്കാണ് ഇവിടെ വന്നത്. അച്ഛൻ എന്നോട് പറഞ്ഞു ഇനി തിരിച്ച് നടന്ന് വീട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ നടന്ന് വീട്ടിൽ പോയി. അച്ഛൻ എന്നോട് പറഞ്ഞു ഇന്നലെ ഞായറാഴ്ച 10 മണിയാകുമ്പോൾ ഇവിടെ ഒരു ആരാധനയുണ്ട്, അതിന് വരണം, സാക്ഷ്യം പറയണം, അത് നടന്ന് തന്നെ വരണമെന്ന് പറഞ്ഞു എന്നോട്. ഞാൻ നടന്നു വന്നു, സാക്ഷ്യം പറഞ്ഞു. എനിക്കൊത്തിരി അനുഗ്രഹങ്ങൾ തന്ന ആവിലായിലെ അമ്മ ത്രേസ്യയ്ക്കും ബന്ധിതനായ ഈശോയ്ക്കും അച്ഛനും ഓടാനുകൂടി നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, 17 വർഷമായിട്ടുള്ള 17 വർഷത്തിൻ്റെ 18 വർഷത്തിൻ്റെ ഒരു സഹനത്തിൻ്റെ ഒരു അവസാനം അല്ലേ. ഹല്ലേലൂയ.